ഒരു ഡോക്ടറുടെയോ സയൻസിന്റെയോ ഒരു സർട്ടിഫിക്കേഷന്റെ ആവശ്യമില്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. നോമ്പ് നോൽക്കുന്നത് തടി കുറക്കാനല്ല. റമളാനിന്റെ നോമ്പ് വരാൻ പോകുന്നു, ഡോക്ടർമാരെ വെച്ച് ചർച്ച ഉണ്ടാകും. നമ്മൾ ടിവിക്കാർക്കൊക്കെ എന്താ ഡോക്ടർക്ക് എന്താ, ഡോക്ടർ നീ എന്ത് പറഞ്ഞോട്ടെ, റമളാനിന്റെ നോമ്പ് പുണ്യമായ റമളാനല്ലേ, നോമ്പ് ഡോക്ടർ ഇനി പറഞ്ഞു വിചാരിക്കുന്നത് അസിഡിറ്റി ഉണ്ടാവുന്ന മേലെ തല പോയ ഡോക്ടർമാർക്ക് പറയാൻ പറ്റും. ഇത്രയും നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ അസിഡിറ്റി ഒക്കെ വയറിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അവര് എന്തു പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ ഹുക്മാണ്. ആ റമളാനിൽ ജീവനോടെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും നോമ്പ് നോൽക്കാൻ കഴിയുന്നവർ നോമ്പ് നോൽക്കണം. തടി കുറക്കാൻ വേണ്ടി സുന്നത്ത് നോമ്പ് വെച്ചിട്ട് കാര്യമില്ല, കൂലി കിട്ടൂല. കൊളസ്ട്രോളും പ്രഷറൊക്കെ ഉണ്ട്, എന്നാ പിന്നെ ഭക്ഷണം അതും പറ്റൂല ഇതും പറ്റൂല, എന്നാ പിന്നെ കടക്കട്ടെ നോമ്പ്. എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്ത് നോമ്പ് നോറ്റിട്ടുണ്ട്. യൗമുൽ ഇസ്നൈൻ തിങ്കളാഴ്ച ദിവസവും വയൗമുൽ ഖമീസ് വ്യാഴാഴ്ച ദിവസവും എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റതിന്റെ പേരിൽ ഞാൻ നോൽക്കുകയാണ്. അങ്ങനെ നിയത്ത് ചെയ്താൽ ആ നോമ്പിന് കൂലിയുണ്ട്. അല്ലാത്ത കൊളസ്ട്രോൾ കുറഞ്ഞെന്ന് വരും, നോമ്പിന് കൂലി കിട്ടൂല. അപ്പോ നമ്മൾ ഹിക്മത്തിലെ അള്ളാഹുവിന്റെ നിയമത്തെ അംഗീകരിക്കുകയാണ്. ഫലഹു അസ്ലിമു, അതാണ് ദീൻ. അവിടെ വേറെ ചോദ്യങ്ങളില്ല. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ, ഇത് ബോധ്യപ്പെട്ട പിന്നെ അവിടെ വേറെ ചോദ്യമില്ല. അതുകൊണ്ട് നമ്മൾ ചർച്ചയിലേക്ക് വരികയാണ്.